നമസ്കാരം. ഓസ്ട്രേലിയയുടെ ഒരു പുതിയ വിസയെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം സുഗിത പങ്കെടുക്കുന്നു. കാനപ്രൂ കൺസൾട്ടൻസി സർവീസസിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ് സുഗിത. സുഗിത, അപ്പൊ നമുക്ക് എന്താണ് പുതിയ വിസ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ? ഓസ്ട്രേലിയയിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വിസയാണ് മെയ്റ്റ്സ് വിസ. അപ്പൊ മെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽസ്. ഇത് ഇന്ത്യൻ റീസെന്റ് ഗ്രാജുവേറ്റ്സിനെ ഉദ്ദേശിച്ച് മാത്രം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു വിസയാണ്. അത് കുറച്ചുനാൾ മുന്നേ അവർ പറഞ്ഞിരുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്ന്. ഇതിപ്പോ വളരെ റീസെന്റ് ആയിട്ട് നെക്സ്റ്റ് മന്തോടുകൂടി അവർ അതിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് ഡിസംബറിൽ തുടങ്ങുകയാണ്. യെസ്, ഡിസംബറിൽ ഈ വിസയുടെ ഇനീഷ്യൽ സ്റ്റേജസ് ഓപ്പൺ ആവുന്നു. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? ആർക്കൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക? മെയ്റ്റ്സ് വിസ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിനാണ്. റീസെന്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന് വെച്ച് അവര് ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റീസെന്റ് എന്ന് പറയുമ്പോൾ ഒരു 23-24 പാസ് ഔട്ട് ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും എലിജിബിലിറ്റി കിട്ടുന്നത് അല്ലേ? 23-24 പാസ് ഔട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ഔട്ട് ആയിട്ട് 2 കൊല്ലം ആവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ഈ വിസയിൽ 3000 ആപ്ലിക്കേഷൻസ് ആണ് അവര് എടുക്കുള്ളൂ ഒരു ഇയറിൽ. അടുത്ത വർഷം വീണ്ടും എടുക്കും, വീണ്ടും വിസ ഓപ്പൺ ചെയ്യും. അപ്പൊ അടുത്ത 3000 ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിപ്പോ എന്തായാലും ഇന്ത്യയിൽ നിന്ന് 3000 കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രീ രജിസ്ട്രേഷൻ പ്രോസസ്സ് വെക്കുന്നത്. അപ്പൊ ഒരു ബാലറ്റ് സിസ്റ്റം പോലെ ഇനീഷ്യലി നമ്മൾ അവരുടെ ഒരു പ്രീ രജിസ്ട്രേഷന്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിന്ന് സെലക്ഷൻ കിട്ടുന്ന കാൻഡിഡേറ്റ്സിനാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് IELTS ഒരു റിക്വയർമെന്റ് എങ്ങനെയാണ്? എന്ത് IELTS ആണ്? IELTS ഒക്കെ നമുക്ക് ഓവറോൾ 6 വേണ്ടി വരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പം സ്കിൽഡ് മൈഗ്രേഷൻ പോലെ അധികം ഹൈ സ്കോർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറോൾ 6 സ്കോർ ചെയ്താൽ മതിയാവും. അതിൽ ഇൻഡിവിജ്വൽ ബാൻഡ് 5, നോട്ട് ലെസ് ദാൻ 5, ഓവറോൾ 6. അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബാക്കി ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ആക്സെപ്റ്റഡ് ആണ്. ലൈക്ക് PTE, TOEFL അതും ആക്സെപ്റ്റഡ് ആണ്. IELTS ആകുമ്പോൾ ഇത് അക്കാഡമിക് ആണോ ജനറൽ ആണോ? രണ്ടും എടുക്കാം. അക്കാഡമിക്കും ജനറലും ആക്സെപ്റ്റഡ് ആണ് അല്ലേ? ഇത് എന്നാണ് തുടങ്ങുന്നത്? ഡിസംബറോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫണ്ടിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഒരു ബാങ്ക് ബാലൻസ് കാണിക്കാനായിട്ട് നമുക്ക് ഫണ്ടിങ് ഇനീഷ്യലി നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ആവണമല്ലോ. അപ്പൊ അതിന്റെ പേർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് അവർ ഫണ്ട് നമ്മളോട് റിക്വയർമെന്റ് കാണിക്കണമെന്നുണ്ട്. 5000 AUD ആണ്. അത് ഏകദേശം ഒരു 2.25 ലക്ഷം രൂപയൊക്കെയാണ് വരുന്നത്. അത് പക്ഷെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണ്ട അല്ലേ? വേണ്ട. നമുക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇത് കിട്ടിയാലും ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് ചെയ്താലേ സക്സസ് ആവുള്ളൂ. അത് അവരുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ചെക്ക് ട്വൈസ് അപ്ലൈ വൺസ് എന്ന്. അതാണ് നമുക്കപ്പോ എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ. അവിടെയാണ് കാനപ്രൂവിന്റെ പ്രത്യേകത വരുന്നത് അല്ലെ? സക്സസ് റേറ്റിലാണ് കാനപ്രൂവിന്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പൊ ഇത് കേരളത്തിലൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ്? നമുക്ക് ഏതെങ്കിലും അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ ഇതിനകത്ത്? ഉണ്ട്. കേരളത്തില് നമുക്ക് 4 യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്ഡ് ആണ്. ഓക്കെ, MG യൂണിവേഴ്സിറ്റി കോട്ടയം, NIT കാലിക്കറ്റ്, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെ കുസാറ്റും അപ്രൂവ്ഡ് ആണ്. ഈ 4 യൂണിവേഴ്സിറ്റീസ് ആണ് കേരളത്തിൽ നിന്ന് അപ്രൂവ് ആയിട്ട് വരുന്നത്. കേരളത്തിൽ നിന്ന് 4 യൂണിവേഴ്സിറ്റി ഉള്ളെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് 18 യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്ഡ് ആണ്. കുറെ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി കോളേജസ് ഒക്കെ വരുന്ന യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്ഡ് ആണ്. പ്രായപരിധി എങ്ങനെയാണ് ഈ ബാലറ്റ് വിസയുടെ? അവർ പറയുന്ന സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 18 to 30 ഇയേഴ്സിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണോ അതോ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാമോ? നമുക്ക് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഏതാണെങ്കിലും കഴിഞ്ഞവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും 2 കൊല്ലത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം. ഇതിലൊരു വലിയൊരു പ്രധാന കാറ്റഗറി എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ? അതെ, എഞ്ചിനീയേഴ്സിന് നല്ലൊരു അവസരമാണ് ഇത്. വേറെയും കുറച്ച് കാറ്റഗറികളുണ്ട്, നമ്മൾ ഒരു അസസ്മെന്റിന്റെ സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില ഒരു റിലേറ്റഡ് സബ്ജക്ട് നോക്കിയാണ് ആപ്ലിക്കേഷൻ എടുക്കേണ്ടത് അല്ലെ? അതിനകത്ത് മെയിൻ ഒരു ഇതാണ്, നമുക്ക് അവര് പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാനപ്രൂവിൽ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. നല്ല രീതിയിൽ ഒരു അസസ്മെന്റ് നടത്തി ഈ പുതിയ വിസയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് പറഞ്ഞു തരാം. നല്ല രീതിയിൽ പേപ്പർ വർക്കൊക്കെ നമുക്ക് ചെയ്യാം. ഈ പുതിയ വിസ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. 2023-24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരാണ്
അപേക്ഷ നൽകേണ്ടത്. താങ്ക്